നിങ്ങൾ എപ്പോഴെങ്കിലും മീൻപിടുത്തക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പിടിച്ച ഞണ്ടുകളെ ഒരു ബക്കറ്റിലിട്ട് വയ്ക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ ബക്കറ്റിന് മൂടി ഉണ്ടാവില്ല. അത് തുറന്നു തന്നെ ഇരിക്കും. നമ്മൾ വിചാരിക്കും, അയ്യോ ഈ ഞണ്ടുകളൊക്കെ പുറത്ത് ചാടില്ലേ എന്ന്. പക്ഷേ ആ മീൻപിടുത്തക്കാരന് കൃത്യമായി അറിയാം, അതിൽ നിന്ന് ഒരു ഞണ്ട് പോലും പുറത്ത് ചാടില്ല എന്ന്. കാരണം ലളിതമാണ്. ഒരു ഞണ്ട് കഷ്ടപ്പെട്ട് പുറത്ത് ചാടാൻ വേണ്ടി നോക്കുമ്പോൾ ബാക്കിയുള്ള ഞണ്ടുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവനെ സപ്പോർട്ട് ചെയ്യുകയില്ല, മറിച്ച് അവന്റെ കാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചിടും. ഒടുവിൽ രക്ഷപ്പെടാൻ നോക്കിയ ആ ഞണ്ട് തളർന്ന് തിരിച്ച് ആ കൂട്ടത്തിലേക്ക് തന്നെ വീഴും. ഇതാണ് ക്രാബ് മെന്റാലിറ്റി. ഇന്ന് ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ആയിരിക്കാം. പക്ഷേ സത്യത്തിൽ നിങ്ങളും ജീവിക്കുന്നത് ആ മൂടിയില്ലാത്ത ബക്കറ്റിൽ തന്നെയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കാലിൽ പിടിച്ച് വലിക്കാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ കാത്തിരിപ്പുണ്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വലിയൊരു ബിസിനസ് തുടങ്ങാൻ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആ നിമിഷം വരെ നിങ്ങളോട് ചിരിച്ചു കളിച്ച് നിൽക്കുന്ന സുഹൃത്തുക്കളുടെ മുഖം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ഉടൻ പറയും, എടാ ഇത് റിസ്ക് ആണ്, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, നിനക്കിപ്പോ ഉള്ള ജോലി തന്നെ നല്ലതല്ലേ, നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും അവർ സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന്. അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മളുടെയൊക്കെ ശത്രുക്കളെ തിരിച്ചറിയാറുണ്ട്. പക്ഷേ സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞു വരുന്ന ഈ ഞണ്ടുകളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അവർ നിങ്ങളെ ഉപദ്രവിക്കില്ല, പക്ഷേ നിങ്ങൾ വളരുന്നത് കാണാൻ അവർക്കിഷ്ടമല്ല. കാരണം നിങ്ങൾ വളർന്നാൽ നിങ്ങൾ ആ ബക്കറ്റിൽ നിന്നും പുറത്തു പോകും. അവരവിടെ ഒറ്റയ്ക്കാവും. ആ പേടി കാരണമാണ് നിങ്ങളെ അവർ താഴേക്ക് വലിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അവരോട് ദേഷ്യപ്പെട്ട് ജീവിക്കേണ്ടി വരും. എന്നാൽ സത്യം മറ്റൊന്നാണ്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ വലിച്ചിടുന്നത്? അവർക്ക് നിങ്ങളോട് അസൂയയാണോ? അത് വെറുപ്പാണോ? അല്ല. ഇതിനു പിന്നിൽ ഞെട്ടിക്കുന്ന ഒരു സൈക്കോളജി ഉണ്ട്. അതറിഞ്ഞാൽ അവരുടെ വാക്കുകൾ ഇനി ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല. ആ രഹസ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മനുഷ്യർ ഒരു സാമൂഹിക ജീവിയാണ്. പണ്ടുകാലം മുതൽ തന്നെ നമ്മൾ കൂട്ടം കൂട്ടമായാണ് ജീവിച്ചിരുന്നത്. കൂട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് മരണത്തിന് തുല്യമായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ മാറാൻ പോവുകയാണ്, ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഉള്ളിലുള്ള ആ പ്രാകൃത മനുഷ്യൻ ഭയപ്പെടുന്നു. നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുവെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവർ നിങ്ങളെ വലിച്ചിടുന്നത് നിങ്ങളെ തോൽപ്പിക്കാനല്ല, മറിച്ച് അവർക്ക് സുരക്ഷിതമാകുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വിജയം അവരുടെ പരാജയത്തെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് കാണുന്ന ഉച്ചവരെ ഉറങ്ങുന്ന സുഹൃത്തിന് കുറ്റബോധം തോന്നുന്നു. ആ കുറ്റബോധം മാറ്റാൻ അവന് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അവനും എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യണം, അല്ല എങ്കിൽ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അവർ 2ാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം താരതമ്യം എളുപ്പം 2ാമത്തെ വഴിയാണ്. നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, വാ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എനിക്കുമുണ്ടായിരുന്നു ഇതുപോലൊരു കാലം. ഞാൻ എന്റെ ലൈഫ് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ എന്റെ ഏറ്റവും അടുത്ത് നിന്ന സുഹൃത്തുക്കളാണ് എന്നെ കളിയാക്കിയത്. ഇവൻ വലിയ ആളായി, ഞങ്ങളെയൊന്നും ഇപ്പൊ വേണ്ടല്ലോ എന്നൊക്കെ അവർ പറയും. ആദ്യം എനിക്ക് സങ്കടം വന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്നതാണ് തെറ്റെന്ന്. അങ്ങനെ ഞാൻ ആ ബക്കറ്റിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ബക്കറ്റിൽ കിടക്കുന്ന ഞണ്ടിന് ഒരിക്കലും കടൽ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലുക, അല്ല എങ്കിൽ ആ ബക്കറ്റിൽ നിന്നും പുറത്തു ചാടുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഞണ്ടുകളെ ഡീൽ ചെയ്യേണ്ടത്? അവരോട് തല്ലുപിടിക്കണോ അതോ വേണ്ടേ? വേണ്ട. നിങ്ങൾ ഒരു ബധിരനായ ഞണ്ടാവുക. ഒരു കഥയുണ്ട്. കുറെ തവളകൾ മല കയറുമായിരുന്നു. താഴെയുള്ളവർ വിളിച്ചു കൂവി, വേണ്ട, അത് കേറാൻ പറ്റില്ല, താഴെ വീണ് ചത്തുപോകുമെന്ന്.
ഇത് കേട്ട് പേടിച്ച് പലരും പിന്മാറി. പക്ഷേ ഒരേ ഒരു തവള മാത്രം മുകളിലെത്തി. കാരണം ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. താഴെയുള്ളവർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കരുതിയിട്ടാണ് അത് കേറിയത്. ഇതുപോലെ നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ബക്കറ്റിനുള്ളിൽ കിടക്കുന്നവർക്ക് പുറത്തെ ലോകം എന്താണെന്ന് അറിയില്ല. അവർക്ക് അവിടുത്തെ ഇരുട്ട് മാത്രമേ അറിയൂ. നിങ്ങൾ ധൈര്യമായി കേറുക. നിങ്ങൾ മുകളിലെത്തുമ്പോൾ ഇതേ ആളുകൾ തന്നെ താഴെ നിന്ന് കൈയടിക്കും. ഓർക്കുക, ആ ബക്കറ്റ് നിങ്ങളുടെ വീടല്ല. നിങ്ങൾ ജനിച്ചത് ആ ബക്കറ്റിൽ കിടന്ന് മരിക്കാനുമല്ല. പുറത്ത് വലിയൊരു സമുദ്രം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് നീന്തി തുടിക്കാം. കാൽ വലിക്കുന്നവരെ ഓർത്ത് വിഷമിക്കാതെ ആ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടുക. ബക്കറ്റിന്റെ ഇരുട്ടിൽ നിന്നും വിജയത്തിന്റെ വെളിച്ചത്തിലേക്ക് നടക്കാൻ നിങ്ങൾക്കിവിടെ തുടരാം. അടുത്തൊരു ശക്തമായ ആശയവുമായി നമുക്ക് വീണ്ടും കാണാം.